ഇന്നത്തെ ജോലി എന്താണെന്ന് അറിയോ? ഇന്നത്തെ ജോലി ഇതാണ്. ഇത് പുതിയ പുതിയ കായുണ്ട്. ഇത് ക്വാളിറ്റി ഇല്ലാത്ത കായാണിത്. ഇതിൻ്റെ കുത്ത് ഇതൊക്കെ ഉള്ളത് കണ്ടില്ലേ? ഇതൊരു ക്വാളിറ്റി ഇല്ലാത്തതാണിത്. നമ്മുടെ മദളനാരങ്ങയാണ് അനാറ്. അപ്പം ഇങ്ങനത്തെ ക്വാളിറ്റി ഇല്ലാത്ത കാ പറിച്ചിട്ട് എന്ത് ചെയ്യണം? ഇങ്ങനെ താഴോട്ട് കളഞ്ഞേക്കും. പിന്നെ എന്താണ് ഇതുണ്ട്, ഈ ചെറിയ കായ, ഈ രണ്ട് കായ ഇങ്ങനെ കൂടി നിൽക്കുമ്പോൾ അതിലുണ്ട് ഒരു ചെറിയ കായ എന്ന് പറഞ്ഞാൽ ഈ ചെറിയ കായ അങ്ങോട്ട് അടർത്തി കളയാം. ഞാൻ എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ചപ്പെല്ലാം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ശരിക്കും സൂര്യപ്രകാശമൊക്കെ അടിക്കുന്നത്. ഇതൊക്കെ ഏകദേശം മൂത്തയാണ്. ഇനി കളർ വന്ന് വെച്ചാൽ മതി. ഒരു 2-3 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞ് അപ്പോൾ നമ്മളിപ്പോൾ ഇതിൻ്റെയൊക്കെ ഒന്ന് നമ്മൾ 2 ദിവസം മുമ്പ് പറിച്ചെടുത്തതാണ്. അങ്ങനെ പറിച്ച വീഡിയോ ഞാൻ ഇട്ടെന്നാണ് തോന്നുന്നത്. 2 ദിവസം മുമ്പ് നമ്മളിത് പറിച്ചതാണ്. മറ്റേ വലിയത് നോക്കിയിട്ടും കളറായത് മൂത്തത് പഴുത്തത് നോക്കിയിട്ടും ആദ്യമാകും നമ്മളിത് പറിച്ചെടുത്താണ് നമ്മുടെ അനാറ്. ഇപ്പം ഡെയിലി അനാറ് ജ്യൂസ് അടിക്കലാണ് പരിപാടി. പാല് മേടിക്കുക, അനാറടിക്കുക, അനാറ് മേടിക്കുക, പാല് മേടിക്കുക, അനാറ് ജ്യൂസ് അടിക്കുക. ഇതിനാണ് പരിപാടി. അപ്പം നമ്മളിവിടെ ഒരുപാട് പേരുണ്ട്. ഇവിടെ ശ്രീലങ്കക്കാർ. ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ എംപ്ലോയർ. എൻ്റെ മുതലാളി ഇതാണ്. മുതലാളി അറബ് മുസ്ലിമാണ്. അറബ് മുസ്ലിം മീൻസ് അറിയാലോ, പഴയ പാലസ്തീനായിരുന്നല്ലോ ഇവിടെ. എല്ലാം കയറി പിടിച്ചിട്ടുണ്ടാക്കിയാണല്ലോ. അപ്പോൾ നല്ലൊരു മനുഷ്യനാണ് കേട്ടോ. ഇസ്രായേൽ എനിക്ക് തോന്നുന്നില്ല ഇപ്പം നമുക്ക് തരുന്ന ശമ്പളം ഇപ്പോൾ ഇയാൾ തരുന്ന പോലെ വേറൊരാൾ തരുന്നുണ്ടെന്ന്. കാരണം വെച്ചാൽ ഒരു മണിക്കൂറിന് ഇപ്പം ഇവിടുത്തെ സർക്കാരിൻ്റെ നിയമപ്രകാരം ഒരു മണിക്കൂർ പണിയെടുക്കുന്നതിന് 35 രൂപ .4 പൈസ എന്ന് പറഞ്ഞാൽ പൈസയല്ല, ശക്കറാണല്ലോ ഇവിടെ. അതിൻ്റെ ശക്കര എന്നാ പറയുന്നത് എനിക്കറിയത്തില്ല. 4-ന് അപ്പോൾ 4 പൈസയാണ്. 35.4. പക്ഷേ ഇവിടെ നമുക്ക് തരുന്നത് മണിക്കൂറിന് ഇയാൾ തരുന്നത് 40 രൂപയാണ്. 5 രൂപ ഒരു മണിക്കൂറെന്ന് പറഞ്ഞാൽ ഒരു ദിവസം നമുക്ക് 19 രൂപയോളം വെറുതെ അത് അധികമായി കിട്ടുന്നുണ്ട്. എന്താണ് കാരണം? നല്ലൊരു മനുഷ്യനാണ്. അതുമാത്രമല്ല, ഇവിടെ ഇന്ത്യക്കാരനായിട്ട് ഞാനൊരാളേ ഉള്ളൂ. ബാക്കി ശ്രീലങ്കയുണ്ട്, തായ്ലാൻഡുണ്ട്. വർക്കെല്ലാം നല്ല അടിപൊളി വർക്കാണ്, സുഖമാണ്. ഈ സൈഡിൽ ഈ ചാടി നിൽക്കുന്ന കമ്പുകൾ, ഇതിനുള്ളിലൊക്കെ കായുണ്ട്. അപ്പോൾ ഈ കമ്പെല്ലാം വെട്ടിയിട്ട് കായെല്ലാം തെളിച്ച് വൃത്തിയാക്കി കാ മാത്രമാക്കി നിർത്തും, വെയിൽ കൊള്ളാൻ വേണ്ടിയിട്ട്. ഇതാണ് അനാറ് മരം. അനാറ് എത്ര ചെറിയ തൈ മരമാണെന്ന് നോക്കണം കേട്ടോ. വലിയ നമ്മുടെ പോലും വലിയ പന്തലിച്ചിട്ടൊന്നുമില്ല. അത് നമ്മുടെ അടുത്ത പോലെ തന്നെ സെയിമാണ്. നമ്മുടെ മാവാണെങ്കിൽ പോലും ഇവിടെയൊക്കെ നമ്മുടെ ഒരു കഴുത്തിനൊപ്പം പൊക്കത്തിലാണ് മാവെല്ലാം അധികം. പിന്നെ ചില സ്ഥലങ്ങളിൽ മാവിന് കുറച്ച് വലിപ്പം കൂടുതലുണ്ട്. ഏണിയൊക്കെ വെച്ച് കോവണിയൊക്കെ വെച്ച് പറിക്കേണ്ട മാവുകളും ഉണ്ട്. സിമ്പിൾ വർക്ക്. നമ്മളെ പുറകെ നടന്നിട്ടൊന്നും ആരും ശല്യം ചെയ്യാനില്ല. ഇതിപ്പോൾ പുറകെ നിൽക്കുന്ന ആൾ തന്നെയാണ് എൻ്റെ മുതലാളി. അങ്ങനെ ഒന്നും പറയുക പോലത്തില്ല. നമ്മളെടുക്കുന്നതാണ് പണി, അതാണ്. അപ്പം അങ്ങനെ ഒരു മുതലാളിയെ കിട്ടാനും വേണം ഒരു ഭാഗ്യം. അപ്പം ശരി, ഞാൻ ഓരോരോ ചെറിയ ചെറിയ പാർട്ട് വീഡിയോകളാണ്. ഇതിൻ്റെ ഉള്ളിലൊക്കെ നിങ്ങൾ നോക്ക്, അത് നിറഞ്ഞു നിൽക്കുകയാണ്. കായ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്, കാണുമല്ല. കാണണമെങ്കിൽ അതിനാണ് നമ്മൾ ഈ ചപ്പെല്ലാം ഇങ്ങനെ കട്ട് ചെയ്ത് കളയും. എങ്ങനെ കട്ട് ചെയ്ത് കളയാം? ഒരു കട്ടർ വെച്ചിട്ട് അങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞാൽ ഇതിന് ഈ കായ് നമ്മൾ വെളുപ്പിച്ചെടുക്കും. കാ മാത്രമാക്കി എടുക്കും. നല്ല പണിയുണ്ട് വെച്ചാൽ സമയം എടുക്കുന്ന പണിയാണ്. പക്ഷെ നമുക്ക് ഒരു ഹാർഡ് വർക്ക് അങ്ങനത്തെ പറയാനുള്ള പണിയൊന്നും നമുക്ക് കിട്ടുന്നില്ല. ഇത് പറിക്കുന്നതാണെങ്കിൽ പോലും നമുക്കില്ല. നമുക്ക് പറയണ മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരാളൊരു എന്താ പറയണ്ടേ, ഒരു 2 കിൻറ്റൽ 2.5 കിൻറ്റൽ കായാണ് ഒരു ദിവസം പറിക്കും ഒരാൾ. അന്നത്തേക്ക് നമുക്ക് കായ അന്ന് ഒരു 4 മണിക്കൂർ കൊണ്ട് അത് പറിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 8 മണിക്കൂറിനകത്ത് പണിയുടെ പൈസ കിട്ടും. റൂമിൽ പോവാം. ഇത്രയും പറിച്ചാൽ മതി. എന്ന് പറഞ്ഞാൽ ബോക്സ് കൊണ്ടുവരും. ആ ബോക്സിനൊരു 1/4 ബോക്സ് വെച്ചിട്ട് 2 ബോക്സിന് കുറച്ച് കൊടുത്താൽ മതി. എന്താണെന്നറിയത്തില്ല, ഈ പ്രാവശ്യമല്ല ഈ കായ്ക്കല്ല കുറച്ച് വലിപ്പക്കുറവുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വലിപ്പക്കുറവുണ്ട്. ഇതൊക്കെ നല്ല ബോൾ പോലെ ഒരു 2 എണ്ണം ഒക്കെ വെക്കുമ്പോൾ 1 കിലോ ഉണ്ടായിരുന്നു. ശേഷമൊക്കെ പ്രാവശ്യം വലിപ്പക്കുറവുണ്ട്. ഒരു 3-4 കൊണ്ട് ഇതിലായി. അപ്പോൾ ശരി, നിർത്തണം. അടുത്ത വീഡിയോയുമായിട്ട് വരാം. ഓക്കെ, ബൈ.